അനന്യ സ്ക്രീനുകളുടെ തിളക്കമുള്ള ലോകത്താണ് ജീവിച്ചിരുന്നത്. അവളുടെ ഫോൺ അവളുടെ കൂടെ എപ്പോഴുമുണ്ടായിരുന്നു. അതിലെ നോട്ടിഫിക്കേഷനുകൾ അവൾക്ക് ജീവൻ നൽകുന്ന ഒരു സംഗീതം പോലെയായിരുന്നു. ഓരോ പോസ്റ്റും, ഓരോ ലൈക്കും, ഓരോ കമന്റും അവളുടെ ദിവസത്തെ ഊർജ്ജസ്വലമാക്കുന്ന ചെറിയ തീപ്പൊരികളായിരുന്നു. അവൾ തന്റെ ഓൺലൈൻ ജീവിതം വളരെ ശ്രദ്ധയോടെ ക്രമീകരിച്ചു. ഏറ്റവും തിളക്കമുള്ളതും മനോഹരവുമായ നിമിഷങ്ങൾ മാത്രം പ്രദർശിപ്പിച്ചു. മനോഹരമായി വിളമ്പിയ പ്രഭാതഭക്ഷണം, അവൾ ശ്രദ്ധിക്കാതെ പോയ ഒരു യാത്രയിലെ മനോഹരമായ കാഴ്ച, സുഹൃത്തുക്കളോടൊപ്പം ചിരിക്കുന്ന നിമിഷങ്ങൾ, എല്ലാം ശ്രദ്ധാപൂർവം പോസ്റ്റ് ചെയ്ത ചിത്രങ്ങളായിരുന്നു. ഒരു ദിവസം ഉച്ചയ്ക്ക് അവളുടെ സുഹൃത്ത് അർജുൻ പഴയ ലൈറ്റ് ഹൗസിലേക്ക് ഒരു യാത്ര പോകാൻ നിർദ്ദേശിച്ചു. സിഗ്നൽ കിട്ടാത്ത മനോഹരമായ കാഴ്ചകൾക്ക് പേരുകേട്ട ഒരിടമായിരുന്നു അത്. അനന്യയ്ക്ക് മടിയായി. ഓൺലൈനിൽ എന്തെങ്കിലും നഷ്ടപ്പെട്ടാലോ? അവൾ പരിഭ്രമിച്ചു. അർജുൻ ക്ഷമയോടെ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ചിലപ്പോൾ അനന്യ സ്ക്രീനിലേക്ക് നോക്കാതിരിക്കുമ്പോൾ ഏറ്റവും നല്ല കാര്യങ്ങൾ സംഭവിക്കാറുണ്ട്. യഥാർത്ഥ ലോകത്തിന് അതിന്റേതായ ഒരുതരം മാന്ത്രികതയുണ്ട്. നീ അതിനെ ഉള്ളിലേക്ക് കടത്തിവിട്ടാൽ മാത്രം മതി. മനസ്സില്ലാ മനസ്സോടെ അനന്യ സമ്മതിച്ചു. കയറ്റം വെല്ലുവിളി നിറഞ്ഞതായിരുന്നു. വഴി ദുർഘടമായിരുന്നു. അവളുടെ ഫോൺ പോക്കറ്റിൽ നിശബ്ദമായി കിടന്നു. അവൾക്കൊരുതരം ഉത്കണ്ഠയും മറ്റെന്തോ ഒരു വികാരവും തോന്നി. അവർ ഉച്ചിയിലെത്തിയപ്പോൾ ഒരു മനോഹരമായ കാഴ്ച അവർക്കു മുന്നിൽ വിരിഞ്ഞു. സമുദ്രം അനന്തമായി പരന്നുകിടന്നു. സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങിയപ്പോൾ ആകാശം ഓറഞ്ച്, ധൂമ്രവർണ്ണ നിറങ്ങളിൽ ചിത്രപ്പണി ചെയ്തതുപോലെ തോന്നി. അനന്യ ശ്വാസമടക്കി നിന്നുപോയി. ഫിൽട്ടർ ആവശ്യമില്ല, അർജുൻ ഒരു പുഞ്ചിരിയോടെ മന്ത്രിച്ചു. അനന്യ സാവധാനം തന്റെ ഫോൺ പുറത്തെടുത്തു. പോസ്റ്റ് ചെയ്യാനായിരുന്നില്ല, മറിച്ച് തനിക്കായി ഒരു നിശബ്ദ ചിത്രമെടുക്കാനായിരുന്നു അത്. താഴേക്കുള്ള വഴിയിൽ അവർക്ക് രോഹൻ എന്ന ഒരു പഴയ ലൈറ്റ് ഹൗസ് കീപ്പറെ കണ്ടുമുട്ടി. കൊടുങ്കാറ്റുകളെയും കപ്പലുകളെയും കുറിച്ചുള്ള കഥകൾ അദ്ദേഹം അവരുമായി പങ്കുവച്ചു. അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ ട്രെൻഡിംഗ് വീഡിയോകളെക്കാൾ ജീവനുള്ള കഥകൾ തിളങ്ങി. യഥാർത്ഥ ലൈക്കുകൾ സ്ക്രീനുകളിലായിരുന്നില്ലെന്ന് അനന്യ മനസ്സിലാക്കി, മറിച്ച് പങ്കുവച്ച ചിരിയിലും അത്ഭുതത്തിന്റെ നിശബ്ദ നിമിഷങ്ങളിലും അവൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന യഥാർത്ഥ ബന്ധങ്ങളിലുമായിരുന്നു. അവളുടെ ഫോൺ ഇപ്പോഴും ചിലപ്പോൾ ശബ്ദമുണ്ടാക്കാറുണ്ടായിരുന്നു. പക്ഷേ അത് എപ്പോൾ താഴെ വെക്കണമെന്ന് അനന്യയ്ക്കിപ്പോൾ അറിയാമായിരുന്നു. പുറത്തുള്ള ലോകം വിശാലവും മനോഹരവുമായിരുന്നു. ആ നിമിഷത്തിൽ ജീവിക്കുക എന്നതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റ്.